യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഹല്ലേലൂയ. ഈ രാത്രി സമയം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം പഠിപ്പാനായി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമാകുന്ന ഈ സന്ദർഭത്തിനായും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്നും തുടർമാനമായി ചിന്തിപ്പാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവവചന പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹകരമാകേണ്ടതിന് നമുക്ക് പിന്നെയും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ തുടരാം. കർത്താവിൻ്റെ ആത്മാവ് എന്ത് ഉദ്ദേശത്തോടുകൂടെ ഈ വേദഭാഗം എഴുതിയോ അത് നിശ്ചയമായിട്ടും എൻ്റെ വാക്കുകളിൽ കൂടെ കൺവേ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഒരു ശബ്ദം മാത്രമായിരിക്കാൻ ഇടയാകേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ചില വേദഭാഗം നമുക്ക് വായിക്കാം. 1 മുതൽ 16 വരെയുള്ളതാകുന്ന വേദഭാഗം. ആ വേദഭാഗം മുഴുവൻ ഇന്ന് നമുക്ക് ചിന്തിപ്പാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല, എങ്കിലും നമുക്ക് കഴിയുന്ന അത്രയും ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കെ എല്ലാവരും കേൾക്കെ ദയവായിട്ട് വായിക്കും. സ്നേഹത്തിൽ അനുഭവം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമെന്ന്, ആത്മാവെന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമെന്ന്, സ്നാനമെന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി ആദരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി വിധത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ കൂടുതൽ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിച്ചുകൊള്ളും. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊരുങ്ങുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതാത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്നും വളർച്ച പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി സമയം ഈ തിരുവചന ഭാഗത്തെ ആധാരമാക്കി അല്പമായി നമുക്ക് ദൈവവചനം പഠിപ്പാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പ്രത്യേക വേദഭാഗം മുതൽ, അതായത് എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം മുതൽ പൗലോസ്ലീഹ വളരെ പ്രായോഗികമാകുന്ന ചില പ്രബോധനങ്ങളാണ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് നൽകുന്നത്. അതുവരെ, അതായത് 3-ാമത്തെ അധ്യായം വരെ പൗലോസ്ലീഹ അവരെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം എന്താണ് ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയിൽ കൂടെ, അല്ലെങ്കിൽ സഭയെന്നുള്ളത് എന്താണ്, ഇങ്ങനെയുള്ളതാകുന്ന വിഷയങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു. ആ ഉപദേശത്തിൻ്റെ ആഴമാകുന്ന വിഷയങ്ങൾ, ദൈവസഭയെക്കുറിച്ചുള്ളതാകുന്ന വളരെ ഗഹനമാകുന്ന വിഷയങ്ങളോട് അവരോട് പറഞ്ഞു.
ആ പുതിയ സൊസൈറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പുതിയ സമൂഹത്തെക്കുറിച്ച്, യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും എല്ലാവരിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് തന്നിൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിക്കുന്ന സഭയെക്കുറിച്ചും അതിൻ്റെ ദൈവിക പദ്ധതികളെക്കുറിച്ചും പൗലോസ് പറഞ്ഞു. എന്നാൽ ഈ 4-ാമത്തെ അധ്യായം മുതൽ അതിൻ്റെ 6-ാമത്തെ അധ്യായം വരെ പൗലോസ് ലീഹ വാസ്തവത്തിൽ ഈ പറഞ്ഞ ഉപദേശങ്ങൾ മുഖാന്തരം, അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ, വാട്ട് ഗാഡ് എക്സ്പെക്ട്സ് ഫ്രം ദിസ് ന്യൂ സൊസൈറ്റി വിച്ച് ഹി ക്രിയേറ്റ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ താൻ സൃഷ്ടിക്കുന്ന ഈ പുതിയ സമൂഹത്തിന് ഒരു പുതിയ മാനദണ്ഡമുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്താണ്, മാനദണ്ഡം എന്താണ്, എന്താ ദൈവസഭയിൽ നിന്നും അല്ലെങ്കിൽ ദൈവജനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഈ വിഷയമാണ് തുടർന്ന് പൗലോസ് ലീഹ പറയുന്നത്. നാം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ലീഹ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. അതുമാത്രമല്ല, അവരോട് ഉപദേശിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. എന്നാൽ ഈ 4 മുതലുള്ളതാകുന്ന അധ്യായങ്ങളിൽ ഉപദേശവും പ്രാർത്ഥനയുമല്ല നമ്മൾ കാണുന്നത്, നേരെ മറിച്ച് പ്രബോധനമാണ്. അതുവരെ പറഞ്ഞതാകുന്ന ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവസഭയിൽ നിന്നും ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഉപദേശത്തിനും പ്രബോധനത്തിനും എല്ലാം ദൈവസഭയിൽ വളരെ വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ആദിമസഭയുടെ സവിശേഷത നമ്മൾ ശ്രദ്ധിച്ചാൽ, അവരേറ്റവും പ്രാധാന്യതയോടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ളത്, കേൾക്കുവാനായി അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കേൾക്കുവാനുള്ള താല്പര്യക്കുറവുണ്ടാകുന്നത്, അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് സമയം കുറച്ചു മതി എന്ന ധാരണയുണ്ടാകുന്നത് ഉണർവിൻ്റെ ലക്ഷണമല്ല, നേരെ മറിച്ച് പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഒരു ക്ലാസിക് കേസ് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്മാറ്റം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതുവാൻ പറയുന്നു, മുന്നറിയിപ്പ് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണുന്നത് വരുവാനുള്ള രാജ്യത്തെക്കുറിച്ചും ദൈവപുത്രന്റെ ദാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അതിനെ തിരസ്കരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് 6-ാം അധ്യായത്തിൽ എഴുതുന്നു. അപ്പോൾ പുറകോട്ട് പോകുന്നതിൻ്റെ ആദ്യത്തെ പടി ദൈവവചനം കേൾക്കുവാനുള്ള നമ്മുടെ താല്പര്യം കുറയുക എന്നുള്ളതാണ്. എന്നാൽ ആദിമസഭയുടെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. അവരെപ്പോഴും ഉപദേശത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. ദൈവവചനത്തിന് വളരെ പ്രാധാന്യം ദൈവസഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ പൗലോസ് ലീഹ ഈ വലിയ ആഴമുള്ളതാകുന്ന, അല്ലെങ്കിൽ നിത്യത തുടങ്ങി നിത്യത വരെയുള്ളതാകുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, ഈ ഉപദേശം നിങ്ങളുടെ തലയിൽ ഉൾക്കൊള്ളേണ്ടതിനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഉപദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. ഈ ഉപദേശം ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ കൈകാലുകളിലേക്ക് പ്രവഹിക്കണം. ഈ ഉപദേശം
ജീവനുള്ളതായി നടക്കാനായി തുടങ്ങണം. നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ ചിന്തകളിലും ദൈവവചനത്തിൻ്റെ ഉപദേശം ഇറ്റ് ഹാസ് ടു ഹാവ് an embodiment in your life. ഉപദേശമായിട്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉപദേശം പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങി വരണം. ഈ അപ്പോസ്തലന്റെ ആ മാതൃക നമ്മൾ പഠിച്ചു നോക്കിയാൽ വളരെ വളരെ നമുക്ക് ഏവർക്കും ഫോളോ ചെയ്യുവാൻ കഴിയുന്ന ഒരു മാതൃക അവിടെയുണ്ട്. 1, പ്രസംഗം. 2, പ്രാർത്ഥന. അത് നമ്മൾ കണ്ടു. 1-ാമത്തെ അധ്യായത്തിലുമുണ്ട്, 3-ാമത്തെ അധ്യായത്തിലുമുണ്ട് പ്രാർത്ഥന. പ്രസംഗിക്കുന്നു, ഉപദേശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഏറ്റവും ഒടുവിലായിട്ട് പ്രബോധിപ്പിക്കുകയാണ്, ബുദ്ധി ഉപദേശിക്കുകയാണ്. ഈ 3 വിധത്തിലാണ് ദൈവസഭയുടെ വളർച്ച നിലനിൽക്കുന്നത്. ഉപദേശവും പ്രാർത്ഥനയും പ്രബോധനവും. ഈ 3 കാര്യങ്ങൾ ആദിമസഭയ്ക്ക് ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നു. ആകട്ടെ, ഈ വേദഭാഗത്ത് പൗലോസ്ലീഹ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അല്പമായി ശ്രദ്ധിക്കാം. ഞാൻ ദൈവവചനത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് ദൈവവചനത്തിൽ നിന്നും മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇതിനോട് കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഒട്ടും കുറയ്ക്കാതെ പറയുവാനായിട്ടും അല്പം പോലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യാതിരിക്കാനായി ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കേണ്ടതിനായി ദയവ് ചെയ്ത് പ്രാർത്ഥിക്കുക. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ there is a solemn responsibility on the audience. ദൈവവചനം കേൾക്കുമ്പോൾ നാം ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ്. കേട്ടതാകുന്ന വചനങ്ങൾ ദൈവ തിരുവചനമാണെങ്കിൽ അതിൻ്റെ തികഞ്ഞ ഗൗരവത്തോടെ നാം ഏറ്റെടുക്കുവാനായി സന്നദ്ധമാകണം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ തുടരാം. 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ബന്ധനങ്ങൾ ഒത്തിരിയുണ്ട്. അതിലേറ്റവും സുഖകരമാകുന്ന ഒരു ബന്ധനമായത് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. താഴോട്ട് വരട്ടെ. എന്താണ് പൗലോസ് പറയുന്ന പ്രബോധനം? പ്രബോധനം ഇതാണ്: നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നിങ്ങൾ നടക്കണം. അപ്പോൾ പൗലോസിന്റെ പ്രബോധനം ഇതാ: സഹോദരങ്ങളെ, നിങ്ങളെ എങ്ങനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്? നിങ്ങളെ ഏതവസ്ഥയിൽ നിന്നാണ് ഈ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല. എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. എൻ്റെ പ്രിയരെ, ഒത്തിരി മിടുക്കന്മാർ ലോകത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് ലഭിക്കാത്തതാകുന്ന
ഒരു വിളി ദൈവം നമുക്ക് തന്നു. നാം മിടുക്കന്മാരായതുകൊണ്ടൊന്നുമല്ല, പിന്നെയോ ഹല്ലേലൂയ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. യേശു കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ, അല്പം കൂടെ ഒന്ന് വോളിയം വെക്കാം. കർത്താവിൻ്റെ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ഒരു വിളിയാണ്. അപ്പൊ ആ വിളിയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അല്പം ഒന്ന് അപ്പ് ചെയ്യാനാ പറഞ്ഞു. ആ വിളിയുടെ കർത്താവിൻ്റെ വിളിയുടെ ആ ശ്രേഷ്ഠത എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. എന്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ട് കാര്യം പ്രധാനമായിട്ട് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ പൗലോസ് പറയുന്നു. ഒന്ന്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ഐക്യതയ്ക്കു വേണ്ടിയും ഏക മനസ്സുള്ളവരാകേണ്ടതിനും ഏകഭാവമുള്ളവരാകേണ്ടതിനും യൂണിറ്റിക്ക് വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചത്. നോക്കുക, നേരത്തെ ദൈവത്തോട് ശത്രുക്കളായിരുന്നു, അന്യോന്യം ശത്രുക്കളായിരുന്നു. യഹൂദന്മാരും യമനന്മാരും തമ്മിൽ ശത്രുക്കളായിരുന്നു, ദൈവത്തോടും ശത്രുക്കളായിരുന്നു. അങ്ങനെ ശത്രുക്കളായിരുന്ന ആ അവസ്ഥയിൽ നിന്നും ഒരുമിച്ച് മിത്രങ്ങളാകുവാനായി ദൈവം നമ്മളെ വിളിച്ചു. അപ്പൊ ആ വിളിക്ക് യോഗ്യമായി നടക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദൈവസഭയുടെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ വിളി തന്നെ യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ദൈവസഭ മനസ്സിലാക്കണം. യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി അല്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വിശദീകരിക്കാം. ഇവിടെ ഒന്നാമതായിട്ട് യൂണിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഐക്യതയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം. രണ്ട്, അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, വിശേഷിച്ച് 17 മുതൽ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയിട്ടും കൂടെ വിളിച്ചത്. അപ്പൊ യൂണിറ്റിയും പ്യൂരിറ്റിയും, വലിയ ഉപദേശം പറഞ്ഞിട്ട് ആ ഉപദേശത്തിന്റെ പ്രായോഗിക തലമായിട്ട് പൗലോസ് പറയുക, ഒന്ന്, God has called you to unity. Secondly, it is for purity. വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇത് എങ്ങനെയാണ് പൗലോസ് ശ്ലീഹ അവിടെയുള്ള വിശുദ്ധന്മാരോട് തനത് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? രണ്ടാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ യൂണിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പെരുമാറ്റത്തിന് അനുസൃതമായിട്ടേ ഐക്യതയുണ്ടാകത്തുള്ളൂ. പെരുമാറ്റം ശരിയല്ലെങ്കിൽ, നടപ്പ് ശരിയല്ലെങ്കിൽ ഐക്യത ഉണ്ടാകുകയില്ല. അപ്പൊ പൗലോസ് പറയുന്നത്, ഐക്യത ഉണ്ടാകാൻ വേണ്ടി ആദ്യം നടപ്പ് ശരിയാകണം, നന്നായിട്ട് നടക്കണം. പുതിയ നിയമസഭകൾക്ക് എഴുതിയ അല്ലെങ്കിൽ പൗലോസ് എഴുതിയ എല്ലാ ലേഖനങ്ങളും, സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ അവിടെ എല്ലാം ഈ പ്രത്യേക ആഹ്വാനമുണ്ടായിരുന്നു, യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് പറയുന്ന യൂണിറ്റി, എന്തിനേറെ നമ്മൾ
ഫിലിപ്പി ലേഖനം വായിച്ചു നോക്കിയാൽ, 2-ാം അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകാത്മാവിൽ ഏകഭാവം പൂണ്ട് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഐക്യതയെന്ന് പറയുന്നത് 2 വിധത്തിലുണ്ട്. ഒരു നിമിഷം ഞാനൊന്ന് ഇലിസ്ട്രേറ്റ് ചെയ്യാം. ഐക്യതയെന്ന് പറയുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, നമ്മൾ ഈ ഗോലി കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ അതിന് പറയുന്നത് വട്ടം എന്നാ പറയുന്നത്. മനസ്സിലായ എന്നാന്ന്? ഇങ്ങനെ കളിക്കുന്നൊരു പരിപാടി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഓക്കെ. ഈ സംഗതി നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഒരു കുറേയേറെ കയ്യിൽ വാരുക എന്നിരിക്കട്ടെ, ഇതിന് വല്ല ഐക്യതയുണ്ടോ? ഒരൈക്യതയില്ല. പിന്നെ ഇതിനെ ഒന്നിച്ചെവിടെയും ഒന്ന് ഇരുത്തണമെന്നുണ്ടെങ്കിൽ വല്ല സഞ്ചി വല്ലതും ഇട്ട് വെക്കണം. സഞ്ചി ഇട്ട് വെക്കണം. അപ്പൊ ഇൻ എ സെൻസ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരൈക്യത ഉണ്ടാകാത്ത പുള്ളികളെ ഒരു സഞ്ചിക്കകത്തിട്ടാൽ എന്തോ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഐക്യതയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അത് ഒരു വിധത്തിലും യാതൊരു ഐക്യതയുമില്ലെങ്കിലും IPC എന്ന ലേബൽ ഉള്ളത് കൊണ്ട്, ഇനി ഒന്നുകൂടെ കമ്മിങ് ക്ലോസർ ഹോം, ഒന്നുകൂടെ പറഞ്ഞാൽ IPC ഫെയ്ത്ത് സെന്റർ എന്ന ലേബൽ എന്ന് പറയുന്ന ആ സഞ്ചിയിലിട്ടാൽ എന്തുകൊണ്ട്? ഒരൈക്യതയുണ്ട്. പ്രിയമുള്ളവരെ, ആ ഐക്യതയ്ക്ക് വലിയ നിലനിൽപ്പൊന്നുമില്ല കേട്ടോ. കാരണം ഈ സഞ്ചിക്ക് എന്തേലും കുഴപ്പം പറ്റിയാൽ എന്നെ പറ്റുമെന്നറിയോ? ഒരിക്കൽ ഞാൻ ഈ ഇല്ലസ്ട്രേഷൻ പറഞ്ഞപ്പം മുന്നിൽ വളരെ കീനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു യങ് ഫ്രണ്ട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെ സംഭവിച്ചാൽ വട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാ കുഞ്ഞേ. എന്നാൽ വേറെ ഒരു ഇലിസ്ട്രേഷൻ ഞാൻ പറയാം, ഉദാഹരണം പറയാം. ഒത്തിരി ലോഹത്തിന്റെ കഷണങ്ങൾ, ഇരുമ്പിന്റെ കഷണങ്ങൾ, ഇവയെല്ലാറ്റിനെയും കൂടെ കുറെ നേരം വളരെ ശക്തിയുള്ള ഒരു മാഗ്നറ്റിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വെക്കുക. എന്നോ സംഭവിക്കുമെന്നറിയാമോ? അതുവരെ അതിനില്ലാതിരുന്ന ഒരു ഗുണം ഈ ലോക കഷ്ണങ്ങൾക്കുണ്ടാകും. എന്താ? ആ മാഗ്നറ്റിൽ നിന്നും ഈ ലോക കഷണങ്ങളും എന്താകാൻ പോവുക? മാഗ്നറ്റ് ആകുക. അപ്പോൾ അതിനെ പിടിച്ചു വലിച്ചാലും എന്തില്ലെന്നറിയോ? പിന്നെയും അങ്ങോട്ട് ചെല്ലും. പ്രിയമുള്ളവരെ, ദൈവസഭയിലെ ഐക്യത ഇതാ. മറ്റേ ഐക്യത എന്ന് പറയുന്നത് എന്നാന്നറിയാമോ? വല്ല ലയൺസ് ക്ലബിന്റെയും കേരള സമാജത്തിന്റെയും ഒക്കെ ഐക്യതയാ. ആ ഐക്യതയും ആ സ്റ്റാൻഡേർഡും അല്ല ദൈവസഭയുടെ സ്റ്റാൻഡേർഡ്. ദൈവസഭയുടെ സ്റ്റാൻഡേർഡ് ആ പ്രത്യേക സമൂഹത്തിൽ കൂടെ ലഭിക്കുന്ന ഐക്യതയല്ല. പിന്നെയോ ഓരോ വ്യക്തിയിലും വസിക്കുന്നതാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കപ്പെടുന്ന സമൂഹമാണ് ദൈവസഭ. അപ്പൊ ഇതാണ് പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നത്.
ഇത് പൗലോസ് പറയുമ്പോൾ ഈ ഐക്യതയ്ക്ക് വേണ്ടി 4 5 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്, വിർച്യൂസ് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഐക്യത ഉണ്ടാകണമെങ്കിൽ ഓരോ വ്യക്തിയും, ഓരോ ദൈവ പൈതലിനും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവസഭയുടെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് പേഴ്സൺ. ഓരോ വ്യക്തിക്കും വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എന്താ നമ്മൾ കാണുന്നു. ഓക്കെ, അതിന്റെ 2ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത് എന്നറിയോ? വിത്ത് ഓൾ ലോവ്ലിനെസ് ഓർ ഹ്യൂമിലിറ്റി, പൂർണ്ണ വിനയത്തോടെ. 5 കാര്യങ്ങൾ അവിടെ പറയുന്നത്. പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, പിന്നെ സ്നേഹം, പിന്നെ അന്യോന്യം പൊറുക്കുക. ഈ 5 കാര്യങ്ങളാണ് ഐക്യതയുടെ അടിസ്ഥാനപരമാകുന്ന ഘടകം. പൗലോസ് ഇവിടെ ഡീല് ചെയ്യുന്ന വിഷയം ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം പറയുന്നത് പൂർണ്ണ വിനയമുള്ളവരായി തീരണം. ബി കംപ്ലീറ്റ്ലി ഹംബിൾ. പൂർണ്ണതയോടെ, പരിപൂർണമാകുന്ന വിനയം. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ഈ ഉപദേശത്തെ കുറിച്ചൊന്നും നമ്മൾ കേൾക്കാറേ ഇല്ല. ദൈവവചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്, യാതൊരു സംശയവുമില്ല. എന്നാ പാപത്തെ ജനിപ്പിച്ചത് എന്താണെന്നറിയാം? നിഗളമാണ്. പാപത്തെ ജനിപ്പിച്ചത് നിഗളമാണ്. ഒരുവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ മേളിൽ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? സിംഹാസനം വയ്ക്കും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ, ചെയ്തില്ല, ചിന്തിച്ചതേ ഉള്ളൂ. അവിടെ നിന്നാ സകലവും ആരംഭിക്കുന്നത്. ഈ പഴയ പാമ്പാകുന്ന സാത്താനാണ് ഏദൻ തോട്ടത്തിൽ ചെന്ന് ആദ്യം അവരോട് പറഞ്ഞ എന്നറിയോ? അവരോട് പറഞ്ഞ ഇതാ, പാമ്പ് ചെന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാമ്പ് കുറെ കാര്യങ്ങൾ വചനത്തോടു കൂടെ കൂട്ടി, ചിലത് കുറച്ചു, ചിലത് സൗകര്യപൂർവം അങ്ങ് ഒഴിവാക്കി. ഈ 3 കാര്യങ്ങളാ പിശാച് ചെയ്തത്. വചനം പറയാതിരിക്കുകയല്ല ചെയ്തത്, ശ്രദ്ധിക്കണം. വചനത്തോട് ചിലത് കൂട്ടി, വചനത്തിൽ നിന്ന് ചിലത് കുറച്ചു, ചില കാര്യങ്ങൾ സൗകര്യപൂർവ്വം ഒഴിവാക്കി. ഈ 3 കാര്യങ്ങളാണ് പിശാച് അവിടെ ചെയ്തത്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, കാരണം ഇറ്റ് ഈസ് എൻറ്റയർലി എ ഡിഫറെന്റ് സബ്ജക്ട്. ഡിസപ്ഷൻ, വഞ്ചന, അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ച പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ പിശാച് മനുഷ്യനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, തിന്നുന്ന നാളിൽ നീ ആരെ പോലെ ആകുമെന്നറിയാം? ഓക്കെ, അപ്പൊ ദൈവത്തെ പോലെ ആകാനായിട്ടുള്ള അവന്റെ ആഗ്രഹം അവിടെയാ തുടങ്ങിയത് വീഴ്ച, അല്ലേ? അപ്പൊ നിഗളത്തിൽ നിന്നാണ് എന്തുണ്ടായത്? അപ്പൊ സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം
ഒരു വിധത്തിൽ പറഞ്ഞ നികള. അതുകൊണ്ട് തന്നെയാ ഞാൻ മുമ്പേ റെഫർ ചെയ്ത ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെയുള്ള വിശുദ്ധന്മാരോട് അവിടെയും വിഷയം ഇത് തന്നെയാ. എന്തെന്നറിയാമോ? ഐക്യത എന്നുള്ള വിഷയം അവിടെയും പറയുന്നു. ഐക്യത എന്നുള്ള വിഷയം പറയുമ്പോൾ തുടങ്ങുന്നതൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാം. യെസ്, സ്നേഹത്തിന് വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആകൃതിയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഐക്യത, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. സാധ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ആത്മീയയുടെ ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെ ഐക്യതയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഗുണമായിട്ട് പൗലോസ് അവിടെയും പറയുന്നത് എന്നറിയോ? താഴ്മ. അത് പറഞ്ഞേച്ച് ഉടനെ ഒരു വലിയ കീർത്തനമാ പൗലോസ് അവിടെ പറയുന്നു. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അഹങ്കാരമാണ്, നിഗളമാണ്, ഞാനെന്നുള്ള ഭാവമാണ്. അതിന് പരിഹാരം വരുത്താൻ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നപ്പം ആദ്യം ചെയ്തതെന്താ? തന്നെത്താൻ താഴ്ത്തി. ഇല്ലേ? ഏതെനിൽ ഒരുത്തൻ പാമ്പിന്റെ വഞ്ചനയാൽ തന്നെത്താൻ ഉയർത്താൻ ശ്രമിച്ചപ്പം ഇവിടെ ഇതാ അവന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി വന്നവൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു. അവൻ തന്നെത്താൻ താഴ്ത്തി. നമ്മുടെ കർത്താവിന്റെ താഴ്മ പോലെ അതിനോട് അനുരൂപമായിട്ടുള്ള ഒരു താഴ്മയെ പറയാൻ ഈ ലോകത്തിലൊന്നുമില്ല. കാരണം ദൈവസ്വരൂപത്തിലിരിക്കെ സകല മഹിമകളും വെടിഞ്ഞിട്ട് വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ കുപ്പായത്തിലേക്ക് അവിടുന്ന് അങ്ങ് ഒതുങ്ങി ഈ ഭൂമിയിലേക്ക് വന്നു പിറന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദിസ് ഈസ് ദ മോസ്റ്റ് സ്റ്റാഗറിംഗ് ട്രൂത്ത്, the most difficult, incredible truth of Christianity. കാരണം ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്ത്, നമ്മളിവിടെ താമസിക്കുന്ന ഈ രാജ്യത്ത് ഉള്ള പ്രിയപ്പെട്ടവരോട് സംഭാഷിച്ചാൽ അവരുടെയും പ്രശ്നം ഇവിടെ, അവർക്ക് ഇതാ മനസ്സിലാക്കാൻ പറ്റാത്തത്. ദൈവം മനുഷ്യനായി തീരുകയോ? എന്നാൽ വേദപുസ്തകം പറയുന്നു, ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? തന്നെത്താൻ താഴ്ത്തി. അപ്പൊ അവന്റെ ജഡാവതാരം എന്ന് പറയുന്നത് താഴ്മയുടെ മകുടോദാഹരണമാണ്. അവന്റെ ക്രൂശ് എന്ന് പറയുന്നത് താഴ്മയാ, അല്ലേ? ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അവൻ തന്നെത്താൻ താഴ്ത്തി. അവന്റെ ഈ ഭൂമിയിലെ ജീവിതം എന്ത്? അതും താഴ്മയാ. പിന്നെ ഇനിയും നിത്യതയിലും the striking feature of the Lamb of God, the Lord Jesus Christ, is his humility. നിത്യതയിൽ പോലും യേശുവിനെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് കർത്താവിന്റെ ഹ്യൂമിലിറ്റിയാ. എന്നാന്നറിയാം? അവിടെ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് വലിയ സിംഹാസനങ്ങളെ കുറിച്ചും വലിയ പ്രഭയെ കുറിച്ചും തേജസ്സിനെ കുറിച്ചും ഒക്കെ പറയും, കിരീടങ്ങളെ കുറിച്ച് പറയും.
അങ്ങനെ ഇരിക്കുമ്പോഴാ യോഹന്നാൻ പറയുക, ഞാനൊരു കാഴ്ച കണ്ടു. എന്നാ കണ്ടതെന്നറിയോ? ദൈവസിംഹാസനത്തിന്റെ നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പം മൂപ്പന്മാരെല്ലാം കൂടെ എന്താ ചെയ്തതെന്നറിയോ? കിരീടം താഴെയിട്ടു, സിംഹാസനത്തിൽ നിന്നിറങ്ങി ആ സിംഹാസനത്തിന്റെ മുൻപാകെ വീണുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാട് ബലവും ശക്തിയും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ആണ് താഴ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണം. പൗലോസ്ലീഹ ഇവിടെ ഈ വിശുദ്ധന്മാരെ പ്രബോധിപ്പിക്കുമ്പോഴും അതിനെയാ പറയുന്നത്. നിങ്ങൾക്ക് ഐക്യതയുണ്ടാകണോ? ഒന്നാമത് വേണ്ടത് താഴ്മയാ. താഴ്മയെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ കുറെ നൈസ് വേർഡ്സ് ഉപയോഗിക്കുന്നതല്ല താഴ്മ. താഴ്മയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ തരാൻ കഴിയും. താഴ്മയെന്ന് പറഞ്ഞാൽ ബലഹീനതയല്ല. താഴ്മയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സംഖ്യാപുസ്തകം 12-ാം അധ്യായം എടുത്തു വായിക്കേണ്ട. നമുക്കറിയാം, അവിടെ മോശയ്ക്കെതിരായിട്ട് മിറിയാമും അഹരോനും പിറുപിറുത്ത് കഴിഞ്ഞപ്പം അടുത്ത സെന്റൻസ് തന്നെ എഴുതിയേക്കുന്നതെന്നറിയോ? മോശയോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാളും അതിസൗമ്യനായിരുന്നു. എന്താ അർത്ഥം? അവിടെ അർത്ഥം മറ്റൊന്നുമല്ല. മോശക്കെതിരായിട്ട് ദൂഷണം പറഞ്ഞപ്പം മോശ തിരിച്ചെന്തോ പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. പേഴ്സണൽ അറ്റാക്ക് മോശക്കെതിരെ ഉണ്ടായപ്പം ഒന്നും പറഞ്ഞില്ല. എന്നാൽ മോശയെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വത്തെ കാളയ്ക്ക് സദൃശ്യമാക്കി തീർത്തപ്പം മോശയെ പോലെ കോപിഷ്ഠനായിരിക്കുന്ന ഒരുത്തനെ കാണാനില്ല. എന്നാൽ തന്നെ കുറിച്ച് പറഞ്ഞപ്പം മോശയെ പോലെ സൗമ്യനായിട്ട് ആരെയും കാണാനുമില്ല. യേശു കർത്താവിലും അതാ കാണുന്നത്. എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അപ്പോൾ ചാട്ടവാറുണ്ടാക്കി ആലയം ക്ലീൻ ചെയ്തു. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പം എല്ലാവരും കൂടെ പറഞ്ഞു, ഹാ ഇസ്രായേലിന്റെ രാജാവേ, നീ ദൈവപുത്രനല്ലേ? ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ കർത്താവിന് ആ ആണിയൊക്കെ പറിച്ചിളക്കി ഇറങ്ങി വരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ഇവിടെയാണ് മനുഷ്യന്റെ ഉദ്ധാരണം സംഭവിച്ചത്. എവിടെയെന്നറിയാമോ? താഴ്മയിൽ. അങ്ങനെയെങ്കിൽ ദൈവസഭയുടെ ഐക്യത ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മിൽ ഉണ്ടാകേണ്ട ഗുണം താഴ്മയാ, വിനയമാ. മറ്റൊരുവനെ നമ്മെക്കാളും ശ്രേഷ്ഠനെന്ന് എണ്ണുവാനായി കഴിയുന്ന അനുഭവം. എനിക്കറിയാം, ഞാൻ ഒത്തിരി സമയം അവിടെ നിന്നു. നമുക്ക് മുൻപോട്ട് പോകാം. രണ്ടാമതായിട്ട് ആ വിഷയങ്ങൾ ഓരോന്നായിട്ട് പറയുവാൻ എനിക്കിവിടെ സമയമില്ല. രണ്ടാമതായിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം സൗമ്യത, മീക്ക്നെസ്. അതുമായി ചേർന്നതാകുന്ന ഒരു ഗുണം തന്നെ. അതായത് മീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനതയല്ല, ബലമുണ്ട്. ബലമുണ്ടെങ്കിൽ തന്നെ ആ ബലം ഉപയോഗിച്ച്
തന്നെക്കാളും കുറഞ്ഞ ഒരുവനെ, അല്ലെങ്കിൽ തന്നെക്കാളും ബലഹീനനാകുന്ന ഒരുവനെ തനിക്കെതിരെ ദോഷം ആരോപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവനെ പെട്ടെന്ന് ഇല്ലാതെയാക്കാൻ കഴിയും, പക്ഷെങ്കിൽ ചെയ്യുന്നില്ല. അതാ മീക്ക്നെസ്. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ വായിക്കുന്നത് സൗമ്യത, ദീർഘക്ഷമ, സ്നേഹം, പിന്നെ അന്യോന്യം പൊറുക്കുക, അന്യോന്യം ക്ഷമിക്കുക. അപ്പൊ ഈ ഗുണങ്ങൾ ദൈവസഭയിൽ ഉണ്ടെങ്കിലേ എന്തോ ഉണ്ടാകത്തുള്ളൂ? ഐക്യത ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആദ്യം പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ നടപ്പ് ശരിയാകണം, നിങ്ങളുടെ വിളിക്കനുസരിച്ച് നടപ്പ് ശരിയാകണം. എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലാക്കണം, ആരാ വിളിച്ചതെന്ന് മനസ്സിലാക്കണം, ആ വിളിയുടെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. നമ്പർ 1. രണ്ടാമത്, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, രണ്ടാമതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിൻ്റെ 3 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ത്രിത്വത്തെക്കുറിച്ചുള്ളതാകുന്ന റെഫറൻസ് ഉണ്ട്. പിതാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, they are different in persons. വ്യത്യസ്തമാകുന്ന വ്യക്തിത്വങ്ങളാണെങ്കിലും they are one in a sense. അവരൊന്നാ. അതുകൊണ്ടാണ് അവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്? ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ എന്ത് ചെയ്തത്? വിളിച്ചത്. അപ്പം നമ്മുടെ ലക്ഷ്യം ഒന്ന, നമ്മുടെ കോസ് ഒന്ന, നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന. അപ്പൊ അത് നമ്മളെ എന്ത് ചെയ്യണം? ഐക്യതയിലേക്ക് നയിക്കണം. 2, ആത്മാവ് ഒന്നാണ്, അതുകൊണ്ട് ശരീരവും ഒന്നേ ഉള്ളൂ. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. യേശു കർത്താവിൽ എല്ലാവരും ഒരുപോലെയാ വിശ്വസിച്ചത്, വ്യത്യാസമൊന്നുമില്ല, ഒരുപോലെ. പിന്നെ സ്നാനം ഒന്ന്. പിന്നെ എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ഒരു പിതാവ്, ഒരു പിതാവിൻ്റെ മക്കൾ, ഒരു കുടുംബം, ഒരു സഭ, ഒരു ശരീരം, ഒരേ നിലയിലുള്ള വിശ്വാസം, ഒരേ പ്രത്യാശ, ഒരേ യേശുക്രിസ്തു, ഒരാത്മാവ്. അപ്പൊ ഇതെല്ലാം ഒന്നേ ഉള്ളൂ. That prompts us to be a unified body of Christ. ഈ കാര്യങ്ങൾ നമ്മളെ എന്തിലേക്ക് നടത്തണം? ഐക്യതയിലേക്ക് നടത്തണം. പ്രിയമുള്ളവരെ, ദൈവം ഇന്റന്റ് ചെയ്യുന്നത് ഇതാ. പക്ഷെങ്കിൽ പ്രായോഗികമാകുന്ന തലത്തിൽ ഇത് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഏറ്റവും ദുഃഖകരമാകുന്ന ഒരു കാര്യമാണ്. ആകട്ടെ, ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതേ തുടർന്ന് അതിൻ്റെ 7 മുതൽ 12 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നത് ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ്, വ്യത്യസ്തതയെ കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്തത എല്ലാം ഏകമാണ്, ഒന്നാണ്. എങ്കിലും
നമുക്ക് ലഭിച്ചിരിക്കുന്നതാകുന്ന കൃപാവരങ്ങൾ എന്താ? വ്യത്യസ്തമായത്. 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കുക, ഈ വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിയാൽ ഓരോരുത്തനും എന്തോ ലഭിച്ചിരിക്കുന്നു, കൃപ ലഭിച്ചിരിക്കുന്നു. എന്തിനുള്ള കൃപയാ? നാം വായിക്കുന്നു, ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതുവരെ 1:1 പറഞ്ഞെങ്കിൽ പിന്നെ പറയുക, നമ്മൾ വേറൊരാളുടെ കോപ്പി ആവുന്നുമല്ല, അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഒന്നുമില്ല. നേരെ മറിച്ച് വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തതയും സഭയുടെ മനോഹാരിത ഒന്നുകൂടെ ദൈവസഭയെ മനോഹരമാക്കിയ. പൗലോസ് പറയുക, കർത്താവിൻ്റെ ആ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം വ്യത്യസ്തമാകുന്ന കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ വേദഭാഗത്ത് അല്പം ചില കാര്യങ്ങൾ വിശദീകരണം നൽകേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഞാൻ അത്ര ആഴമായിട്ട് ആ ഭാഗത്ത് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പ്രധാന വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കൃപ ദാനങ്ങൾ നൽകിയ വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കൃപാദാനങ്ങളുടെ സ്വഭാവ സവിശേഷത എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് തന്നേക്കുന്നത് എന്തിനാണെന്നും പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് തുടർന്ന് ദൈവത്തിന്റെ ആത്മാവോട് പറയുന്നത്. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു, ഉയരത്തിൽ നിന്നും ദാനങ്ങളെ നൽകി എന്നുള്ളതാകുന്ന ആ വേദഭാഗം 68-ാമത്തെ സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യത്തിന്റെ ഒരു കൊട്ടേഷനാണ്. എന്നാൽ അല്പം വ്യത്യസ്തമായിട്ടാണ് എഴുതിയേക്കുന്നത്. 68-ാം സങ്കീർത്തനത്തിൽ മനുഷ്യരോട് ദാനങ്ങളെ വാങ്ങിയെന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ദാനങ്ങളെ കൊടുത്തെന്നാണ് എഴുതിയേക്കുന്നത്. എനിവേ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ പ്രത്യേക വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കൃപാവരങ്ങൾ എന്നുള്ളത് വളരെ വ്യത്യസ്തമായി ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുക. തുടർന്ന് പൗലോസ് കൃപാവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണെന്ന് അടുത്ത ആഴ്ചയൂടെ ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് ആകെപ്പാടെ 9 വരങ്ങളെ ഉള്ളെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് 9 വരങ്ങളെ ഉള്ളെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെറും പാപ്പര. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് 9 അല്ല, എൻ്റെ ചിന്തയിൽ 1000കണക്കിന് കൃപാവരങ്ങളുണ്ട്. ഈ കൃപാവരങ്ങളെന്ന് പറയുമ്പം നമുക്കുള്ള ടാലന്റുകളല്ല നാം മനസ്സിലാക്കേണ്ടത്. ടാലന്റ് വേറെ, കൃപാവരം വേറെ. ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വ്യക്തിക്ക് പാടാൻ കഴിവുണ്ട്. ചിലർക്ക് ജന്മനാ തന്നെ നല്ല വർത്താനം പറയാനുള്ള കഴിവുണ്ട്. അത് ടാലന്റ്, ജന്മവാസനയാ. എന്നാൽ ജന്മവാസനയല്ല വാസ്തവത്തിൽ ദൈവസഭയുടെ പണിക്കായിട്ട് ഉപയോഗിക്കുന്നത്. കേട്ടോ, ജന്മവാസന
നല്ലത് തന്നെ. പക്ഷേ ജന്മവാസന കൊണ്ട് ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഉപരിപ്ലവമാകുന്ന ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പരിപാടി എന്നാന്നറിയോ, ഒരു കൺവെൻഷനോ ബൈബിൾ ക്ലാസ്സോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേദപുസ്തകം പ്രസംഗിക്കാൻ ഒടുവിൽ സമയം കിട്ടത്തില്ല. കാരണം സംഗീത വിരുന്നുകാരങ്ങ് ആദ്യം തൊട്ടങ്ങ് വിരുന്ന് നടത്തുക. ഈ വിരുന്ന് നടത്തുന്ന പുള്ളികളിൽ രക്ഷിക്കപ്പെട്ടവർ പലപ്പോഴും കാണത്തില്ല. ഇന്ന് നാട്ടിലെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കോട്ടയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് BJP സർക്കാർ ഭരിക്കുന്ന സമയത്ത് BJPക്ക് ഒരു നല്ല തുക അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത്, ഞാനീ പറയുന്ന ഒന്നും ഇല്ലാത്ത കാര്യമൊന്നുമല്ല കേട്ടോ, ഉള്ള കാര്യമാണ് പറഞ്ഞത്. BJPക്ക് പാർട്ടി ഫണ്ടിലേക്ക് നല്ല തുക സംഭാവന ചെയ്തിട്ട് ഒരാൾക്ക് വിസ കൊടുപ്പിച്ച് ഇന്ത്യയെ കൊണ്ടുവന്നു, കോട്ടയത്ത് കൊണ്ടുവന്നു. അന്ന് കേരളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മന്ത്രിയുണ്ട്, റെയിൽവേ ഉപമന്ത്രിയായിരുന്ന O. രാജഗോപാൽ. അദ്ദേഹത്തിനെയും കൊണ്ടുവന്നു സ്റ്റേജിൽ. അദ്ദേഹം ആ സ്റ്റേജിൽ പ്രസംഗിച്ചു. അദ്ദേഹം സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് കേട്ട് അന്യഭാഷ പറഞ്ഞവരുണ്ടെന്നാ ഞാൻ കേട്ടത്. ഞാൻ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല. പ്രിയമുള്ളവരെ, ഈ തരത്തിലേക്ക് നമ്മൾ തരം താണുകൊണ്ടിരിക്കുക. ഉമ്മൻചാണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞുണ്ടല്ലോ, അത് നല്ലതായിട്ട് പ്രസംഗിക്കും. കാരണം ഹീസ് എ ബോൺ ഒറേറ്റർ. പ്രിയമുള്ളവരെ, ടാലന്റുകളല്ല ദൈവസഭയിൽ ആവശ്യമായിരിക്കുന്നത്. ടാലന്റ് നല്ലത് തന്നെ. ദൈവസഭയുടെ പണിക്ക് ദൈവം ഉപയോഗിക്കുന്നത് ജന്മവാസനയല്ല, പിന്നെയോ ദൈവത്തിങ്കൽ നിന്നും ലഭിക്കുന്ന കൃപാദാനങ്ങളാ. ഈ കൃപാദാനങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കരുത് വീര്യപ്രവർത്തികളുടെ വരവും അല്ലെങ്കിൽ രോഗസൗഖ്യത്തിൻ്റെ വരവും, പിന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കൃപയുള്ളവരെന്നൊക്കെ പറയുന്നത് തലേ കൈവച്ചേച്ച് എന്തേലുമൊക്കെ പറയുന്ന ആൾക്കാർ, അകൃപയുള്ളവര്. അതൊക്കെ ഉള്ളത് കൃപാവരമെന്നാണ് നമ്മുടെ ചിന്ത. അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയേച്ച് തിരിച്ച് നടന്ന്, ചെങ്ങന്നൂരെ ആ ജിയോഗ്രാഫി അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഒരു കുറുക്ക് വഴിയുണ്ട്, അങ്ങോട്ട് പോകുകയാണ്. നവരത്ന ഹോട്ടലിൻ്റെ പുറകിൽ കൂടെ ഒരു കൊച്ചു വഴിയുണ്ട്, അങ്ങോട്ട് നടന്നു പോകുകയാണ്. നടന്നു പോയപ്പം ഒരു മനുഷ്യൻ നിന്ന് എന്നെ കണ്ടേച്ച് പറഞ്ഞു, ദൂരയാത്രയുണ്ട്. ഈ പരിപാടി ഇന്ന് സഭയിലും ഉണ്ട്. പ്രിയമുള്ളവരെ, അതല്ല കൃപാവരം. പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ കഴിയുന്നതല്ല കൃപാവരം. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യം തോന്നരുതേ.
അതല്ല കൃപാവരം. എനിക്ക് സമയമില്ല, ഞാൻ ഇന്ന് ഇതങ്ങ് അവസാനിപ്പിക്കുക. എന്നാൽ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ചിലപ്പം കൃപാവരമായിട്ട് കരുതാത്ത കാര്യങ്ങളുമുണ്ട് കൃപാവരത്തിൻ്റെ കൂട്ടത്തിൽ. ഒരു നിമിഷം പെട്ടെന്ന് വേദോസം ആ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ കേട്ടോ. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാം. ഓക്കെ. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് വായിക്കണം, അല്ലെന്നുണ്ടേ നമുക്ക് ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണ്ട് എന്തുകൊണ്ട് അപ്പം കൃപയ്ക്ക് നമുക്ക് ലഭിച്ച വെവ്വേറെ വരമുണ്ട്. ഓക്കെ. ആ വരങ്ങളിൽ ചില വരങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഉപദേശിക്കുന്ന വരമുണ്ട്, ശുശ്രൂഷിക്കുന്ന വരമുണ്ട്, പ്രബോധിപ്പിക്കുന്ന വരമുണ്ട്. പിന്നെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാനം ചെയ്യുന്നവൻ, ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ. അപ്പം ദാനം ചെയ്യുന്നവര് ഇത് ടാലന്റ് അല്ല. കാരണം ഈ വരം, ഈ ഗുണങ്ങൾ ഉള്ള ലോകക്കാരൊത്തിരി പേരുണ്ട്. അപ്പൊ അതല്ല പ്രിയമുള്ളവരെ. അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു കാര്യം ഓൾ ഓഫ് എ സഡൻ എന്നിൽ ഉണ്ടാകുന്നതാണ്. എന്തെന്നറിയാമോ? കൃപാവരം. അന്ന് വരെ ഇല്ലായിരുന്നു. പ്രിയമുള്ളവരെ, എനിക്കറിയാം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വരങ്ങൾ എന്തെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എസ്പെഷ്യലി ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വരം പ്രധാനമായിട്ട് എന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദ ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ് ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് പ്രീച്ചിങ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ രക്ഷിക്കപ്പെടുന്നത് വരെ 4 പേരുള്ള ഒരു കോൺഗ്രിഗേഷനിൽ എന്നെ നിർത്തിയാൽ എൻ്റെ മുട്ടിങ്ങനെ ആടുമായിരുന്നു. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചയാളാ. പക്ഷെങ്കിൽ ഒരു വാക്യം പൂർണ്ണമായിട്ട് പറയാൻ എനിക്ക് ഒക്കത്തില്ലായിരുന്നു. കാണാതെ പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാനൊരു പുതിയ സൃഷ്ടിയായപ്പം ദൈവം തൻ്റെ കൃപയാൽ എനിക്കില്ലാതിരുന്ന ടാലൻസ്, ജന്മന എനിക്കുണ്ടായിരുന്ന കാര്യമല്ല, ദൈവം തൻ്റെ കൃപയാൽ ചില വരങ്ങൾ എന്നെ ഏൽപ്പിച്ചു. അപ്പൊ ഇത് കൃപയുടെ വരമാകട്ടോ. എന്ന് വെച്ചാൽ കൃപയുടെ വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അർഹിക്കാത്ത ദാനമാ. അർഹിക്കുന്നില്ല, കൃപയാല. അപ്പൊ കൃപയാൽ ഈ ദാനം എന്നിൽ തന്നു. അതുപോലെ ദൈവസഭയിൽ ദൈവം തൻ്റെ കൃപയാൽ വ്യത്യസ്തമാകുന്ന വരങ്ങൾ തന്നിരിക്കുന്നു. ഈ വരങ്ങളും ദൈവസഭയുടെ പണിക്കു വേണ്ടി ഉതകണം. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാല് നമുക്കതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചിന്തിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രി സമയം കർത്താവ് തിരുവചനത്തിൽ കൂടെ നമ്മളോട് സംസാരിച്ചെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ഹല്ലേലൂയ, എത്ര ഉന്നതമാകുന്ന വിളിയാണ് ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായതാകുന്ന എൻ്റെ പ്രിയരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ രാത്രിയിൽ. അങ്ങനെ ആ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. താഴ്മയോടെ പൂർണ്ണ വിനയത്തോടെ സ്നേഹത്തോടെ അന്യോന്യം പൊറുക്കുന്നവരായി, ക്ഷമിക്കുന്നവരായി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപാദപീഠത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മൾക്ക് ഒരു ലക്ഷ്യമാണുള്ളത്, നമ്മുടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം.
ഓ ഹല്ലേലൂയ. കർത്താവിൻ്റെ വേല വർദ്ധിക്കണം, കർത്താവിൻ്റെ രാജ്യം വരണം. അതിനേറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവസഭ ഐക്യമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അതിനുവേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി പിശാച് കൊണ്ടുവരുന്ന സകലവിധമാകുന്ന തന്ത്രങ്ങളിലും നാം വിജയം പ്രാപിക്കേണ്ടതിന് അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് ഈ രാത്രി സമയം ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവെ, തിരുവചനത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഐക്യതയോടെ, സ്നേഹത്തോടെ, ദൈവകൃപയോടെ ഐക്യമായിട്ട് നിന്ന് വേല ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിലനിൽപ്പുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവ് ചെയ്ത് പ്രാർത്ഥിക്കാം.